നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്നൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊക്കെ 4 മണിക്കൊക്കെ ചായക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു തൃപ്തിയാണ്. പക്ഷെ നമ്മളെന്നും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമ്മുടെ പൈസ ഒത്തിരി നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ ഒന്നും കാണില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു 4 മണി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്കൊരു ചായ കുടിച്ച് നല്ലപോലെ ഇങ്ങനെ സന്തോഷത്തോടു കൂടിയൊക്കെ ഇരിക്കാം. തന്നെയല്ല ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ അടച്ച് വീട്ടിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും വല്ലതുമൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പൊരിക്കുകയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വേറൊരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഒന്ന് നമുക്ക് പൈസ ലാഭിക്കാം, പിന്നെ ഞാൻ പറഞ്ഞു നല്ല നല്ല സാധനം നമുക്ക് കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നല്ല നല്ല ഹോട്ടൽസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഹോട്ടലുണ്ട്. ചെറിയ തട്ടുകടകൾ മുതല് വലിയ ഹോട്ടൽ വരെ നല്ല നല്ല കാശും കൊണ്ട് വേണം പോകാൻ. അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങനെയും കഴിക്കണം, കാരണം മറ്റുള്ളവർക്ക് ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം അല്ലെ. അപ്പൊ ഇന്ന് അമ്മ കാണിക്കാൻ പോകുന്നത് മിക്കവാറും അമ്മ ഉണ്ടാക്കാറുള്ളതാണ് ഈ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് 3 പേർക്ക് 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് മതി. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് അമ്മ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചെടുക്കണമെന്നൊന്ന് കാണിക്കാനായിട്ടാണ് പോകുന്നത്. ചില ദിവസം ഇവിടെ ഒന്നും കഴിക്കാനില്ല, ഇങ്ങനെ ബ്രെഡ് ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ബ്രെഡ് ഇങ്ങനെ പൊരിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യാറുണ്ട്, ബ്രെഡ് കൊണ്ട് നമുക്കിത് ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് മേക്കർ ഉണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മള് സാൻഡ്വിച്ചും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ബ്രെഡ് കൊണ്ട്. അപ്പൊ ഇത് അമ്മത് മൈദയാണ് അല്ലെ എടുത്തേക്കുന്നത്. അപ്പൊ നമ്മളിത് ഒരു ഗ്ലാസ്, കുഞ്ഞു ഗ്ലാസ് അല്ലെ, കുഞ്ഞു ഗ്ലാസ് ആവശ്യത്തിന് എടുത്താൽ മതി. ഇനി എന്താ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും. ഓക്കെ. അപ്പൊ കളറിന് വേണ്ടിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഇത്രയും മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റിനും മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബ്രെഡിന്റെ ഇത്ര ഉപ്പിടുക. ബ്രെഡ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതിനകത്ത് വേണം ഒരു ശകലം മധുരം വേണം ഇതിന്, എങ്കിലും എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ആയാലും കഴിക്കാനൊരു മധുരം വേണം. അപ്പോൾ നമ്മളിത് 1 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഒത്തിരി വേണ്ട. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് എള്ളാണ്. ഞാനതൊക്കെ നാളെ പോയപ്പോ മേടിച്ചതാ. ഇതൊക്കെ ഇവിടെ സ്റ്റോക്ക് ആണ്. ഞാനിങ്ങനെ അകത്ത് വരുമ്പോഴത്തേക്ക് എള്ളൊക്കെ അപ്പൊ ഇത് അറിഞ്ഞില്ല അവൻ എള്ളു മേടിച്ചത്. അപ്പൊ ഇത്ര എള്ളിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് വെച്ചാൽ ജീരകവും കൂടെ, സാധാരണ ജീരകം, പെരുംജീരകമല്ല, നമ്മുടെ കറിക്ക് അരയ്ക്കുന്ന ജീരകം. അപ്പൊ അത്ര ജീരകവും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് ജീരകം കടിക്കുമ്പോഴേ ഇതൊക്കെ വേണം. പെരുംജീരകം ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് മൈദ എടുത്തു അമ്മ, നമുക്കൊന്ന് കുഴക്കാൻ, കൈ കൊണ്ട് തന്നെ കുഴക്കണം. ലേശം പഞ്ചസാര, കുറച്ച് ഉപ്പ്, എള്ള്, ജീരകം, മഞ്ഞൾപ്പൊടി. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കുഴയ്ക്കുമ്പോ നിങ്ങൾ ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുക, അയ്യോ മഞ്ഞ കളർ ഇല്ലല്ലോ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വിചാരം മാത്രമാണ്, മഞ്ഞളൊക്കെ ഉണ്ടായിക്കോളൂ അല്ലേ? ഉണ്ടാവും. അപ്പൊ ഇത് വെള്ളം ഒഴിച്ച് വീണ്ടും കുഴയ്ക്കും. അപ്പൊ ഇപ്പൊ കുഴയ്ക്കുമ്പോൾ നമുക്ക് മഞ്ഞ കളർ തോന്നത്തില്ല, പക്ഷെ നമുക്ക് അത് സെറ്റ് ആയിക്കോളും. അത്രയും മഞ്ഞളിന്റെ ആവശ്യമുള്ളൂ. ഒരുപാട് വെള്ളത്തിനകത്ത് കുഴക്കരുത്, കുഴച്ചാൽ നമ്മുടെ ബ്രെഡെ പിടിക്കത്തില്ല. അപ്പൊ ആദ്യം ഇച്ചിരി വെള്ളം നമ്മൾ കുഴച്ചെടുക്കണം. ഇപ്പൊ കളർ വന്നു കണ്ടോ? അപ്പൊ അതാണ് അതിന്റെ ഒരു ട്രിക്ക്. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് നമ്മള് കുഴച്ച്, വെള്ളം കൂടി പോകും. അപ്പൊ ഇങ്ങനെ ആദ്യം ഒന്ന് കുഴച്ചെടുക്കാനാണ് എപ്പോഴും നല്ലത്. അപ്പൊ നന്നായിട്ട് അത് മിക്സ് ആവുകയും ചെയ്യും എല്ലാം അല്ലേ? ഇതൊരു ഈസി പലഹാരമാണ് കേട്ടോ, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഒരടുപ്പ ചായ, ഒരടുപ്പ ബ്രെഡും പൊരിക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കണതായതുകൊണ്ട് ആ ഒരു രീതി, നമ്മുടെ രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ചെറുപ്പം പോലെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചായക്ക് വേണം വൈകിട്ട്. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് ഇവർക്ക് കൊടുക്കും. ഇത്രയും വെള്ളം മതി. അപ്പൊ അത് കൊഴുപ്പ് നോക്കിയത് ഈ ഒരു കുറുക്കം പരുവത്തിലാണ് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതിനൊരു ലൈറ്റ് യെല്ലോ കളറാണ് ഇപ്പോൾ ഉള്ളത്. അത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല കളറിലേക്ക് വരും. ഇതാണ് നമ്മള് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കണതിന്റെ പരുവ, അല്ലെ ബ്രെഡ് പൊരിക്കണതിന്റെ പരുവ ഇതാണ്. കണ്ടോ,
അപ്പൊ നമ്മുടെ മിക്സ് ഒക്കെ റെഡിയായി, നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇത് നമുക്ക് വറുത്തെടുക്കണം കൂടെ എങ്ങനെയാന്ന് നോക്കിയേക്കാം. നമ്മത് ഒരു ചീനിച്ചട്ടി എടുത്തു, അതിൽ അത്യാവശ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് പോവാണ് അല്ലേ. അപ്പൊ ബ്രെഡ് എടുത്തു, ഇനി എന്താ ചെയ്യണത്? മാവിനകത്തോട്ട് മുക്കാൻ പോവാ. ഓക്കെ, മാവിൽ മുക്കുമ്പോ കണ്ടത് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്താണ് ഇവിടെ എടുക്കുന്നത്. കണ്ടോ, രണ്ട് സൈഡിലേക്കും പയ്യെ അമ്മയൊന്ന് ഇങ്ങനെ. നമ്മൾ കടയിലൊക്കെ ആകുമ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് മുക്കി പൊക്കി ഇങ്ങനെ എടുത്താൽ മതി. പക്ഷെ നമ്മൾ വീട്ടിലാകുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ പ്രത്യേക രീതിയിലൊന്ന് പിടിപ്പിച്ചു അതിലേക്ക് ഇട്ടു. അപ്പൊ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് നമുക്ക് ഓരോന്നാണ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കുഞ്ഞതായത് നമുക്ക് വീട്ടിലാകുമ്പോ അതിന്റെ ആവശ്യമുള്ളൂ അല്ലെ. ഓരോന്നോരോന്ന് നമുക്ക് ഉണ്ടാക്കി. വലിയ ചീനിച്ചട്ടി ഉരുളിയൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അത്ര എണ്ണ ഒഴിക്കണം അന്നേരം അല്ലെ. എണ്ണ ഒഴിക്കണം നന്നായിട്ട്. പിന്നെ ഇതാകുമ്പോ നമുക്ക് കുറച്ച് നമുക്ക് നമ്മൾ 3 പേരോ 4 പേരൊക്കെ അല്ലേ വീട്ടിലുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം ഇത് തന്നെയാണ്. ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം. ഇത് കട്ട് ചെയ്യാണ്ട് കേട്ടോ കാണിക്കുന്നത്. എന്തിനാ എന്തോരം സമയം വേണമെന്ന് ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാത്തത്. നമുക്കൊന്ന് മറിച്ചിടാം. കണ്ടോ, ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ടേ ഇല്ല, അമ്മ ഇട്ടപ്പം മുതലുള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇത് വീഡിയോ കട്ട് ചെയ്യാത്തത്. കാരണം ഇതിൽ കട്ട് ചെയ്തിട്ട് കാണിക്കാം, പക്ഷെ ഇത്രയും സമയം എന്തോരാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടും അതുകൊണ്ടാണ് കട്ട് ചെയ്തത്. കണ്ടോ, നമ്മൾ ആ ജീരകവും എള്ളും ഒക്കെ ഇടുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഒരു ഫീല് കിട്ടും അല്ലേ, ഒരു കളറും ഒക്കെ കിട്ടും. ഈ മൈദ കലക്കുന്ന വെള്ളമായി പോയാലേ പിടിക്കാൻ പാടാ. ഒത്തിരി വെള്ളമായി പോയല്ലേ. അപ്പൊ അതാണ് ഒരു കാര്യം, മൈദ ഒത്തിരി വെള്ളത്തിലേക്ക് പോകരുത് അല്ലേ. പോകരുത്. നമുക്ക് എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അത്രയും പേർക്ക് ബ്രെഡ് അത്രയും എടുക്കുന്നതിനനുസരിച്ച് മൈദ കലക്കിയാൽ മതി. നമുക്കിപ്പോ 3 എണ്ണം മതിയല്ലേ. ഞാൻ ഈ വീഡിയോ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ഇത് ആവാറായാമോ ഇപ്പൊ മൂക്കണം. അപ്പൊ ഇത് ഇനിയിപ്പോ നമുക്ക് അറിയാലോ അല്ലെ. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കാണ്ട്. അപ്പൊ അത് കാണിക്കാവേ. കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വശം കരിഞ്ഞു പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് മൂത്ത് വരുവുള്ളൂ. ഇപ്പൊ ഈ വശം മൂത്തു. ഇച്ചിരി കൂടെ വലിപ്പമുള്ള ചീനിച്ചട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് 2 3 ഒക്കെ ഇടാം. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുള്ള ഇത് ത്രികോണാകൃതിയിൽ കട്ട് ചെയ്തിട്ട് വേണ്ടി ഞാൻ ഉണ്ടാക്കാറുണ്ട്. ത്രികോണാകൃതി കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് കുറച്ച് എണ്ണ നന്നായിട്ട് പിടിക്കുന്ന ഒരു പലഹാരം കൂടി ഇതല്ലേ. എണ്ണ കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം. പൊള്ളി വന്നത് കണ്ടോ, എങ്ങനെ നോക്കട്ടെ. കണ്ടോ, നമുക്കത് എടുക്കാം. ആയി അല്ലേ. അപ്പൊ ഇനി നന്നായിട്ട് എണ്ണ വാർന്നു പോയി നമ്മളൊരു ഓട്ടപാത്രത്തിലേക്ക് വല്ലതൊക്കെ വെച്ച് നന്നായിട്ട് എണ്ണ വാർന്ന് നന്നായിട്ട് മാറ്റിയതിനു ശേഷമാണ് അടുത്തെടുക്കണം. പിന്നെ ഒരു കാര്യം, ചൂടോടെ കഴിക്കാനാണ് രുചി കൂടുതൽ. അത് തന്നെ, തണുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അല്ലേ. തണുത്ത് കഴിഞ്ഞാൽ വലിയ രുചിയില്ല. നമ്മളിപ്പോ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന തണുത്തല്ലോ. അത് തന്നെ. അപ്പൊ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നമുക്ക് ആ ചൂടോട് കൂടി കഴിക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നല്ല ബീഫ് കറി ഒക്കെ ഉണ്ട്, അത് കഴിക്കാൻ ഇത് ബെസ്റ്റ് ആണ് കേട്ടോ. ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നോൺ വെജ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഇത് നല്ല സാധനമാണ് കേട്ടോ അല്ലേ മേ. ഞാൻ അങ്ങനെയും കഴിച്ചിട്ടുണ്ട് ഇത്. അപ്പൊ അടുത്തത് ഇനി അമ്മ 3 എണ്ണം ഉണ്ടാക്കട്ടെ. നമുക്ക് 3 പേർക്കുള്ള ബ്രെഡ് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്രെഡ് പൊരിച്ചത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല പപ്പടം പൊള്ളി നന്നായിട്ട് ബൾജ് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ 3 എണ്ണം. അപ്പൊ നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. ഞങ്ങൾ 3 പേരുണ്ട്. 3 ബ്രെഡ് ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്. നല്ല പപ്പടം പൊള്ളിയവരൊക്കെ പൊള്ളിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു കാര്യം, ചൂടോടെ കഴിക്കണം, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ചൂടോടെ ആണെങ്കിലും ചൂടോടെ അല്ലെങ്കിലും ഇത് കഴിക്കാനായിട്ട് നല്ല ബീഫ് കറി, അടിപൊളി ബീഫ് കറി കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലേ. കോഴിക്കറി ആയാലും കുഴപ്പമില്ല, പക്ഷെ ബീഫാണ് സൂപ്പർ അല്ലെ. കോഴിക്കറിനേക്കാളും അടിപൊളി ബീഫ് കറിയാണ്. നല്ല ബീഫ് കറി, നല്ല കുറുകൻ ചാറുള്ള ബീഫ് കറിയും ഈ ഒരു സാധനവും കൂടെ ഉണ്ടല്ലോ. ഇതിന്റെ സൈഡിലേക്ക് ഒരു ഇച്ചിരി ബീഫും കൂടെ വെച്ചിട്ട് അങ്ങ് തിന്നുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതും കൂടെ ഒന്ന് പറയുകയാണ്. അങ്ങനെയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അല്ലേ. അപ്പൊ നമ്മൾ ഇതായാലും ഒരെണ്ണം മേടിക്കണമെങ്കിൽ 12 രൂപ കൊടുക്കണം കടയില്. ഇപ്പൊ ഗ്യാസിന് വില കൂടി കൊണ്ട് അതിൽ കൂടുതലാവും, 15 അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നമ്മുടെ പിള്ളേർക്കും ഒക്കെ കൊടുത്ത് നമ്മളൊരു 4 മണിക്ക് കഴിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ ബ്രെഡ് പൊരിച്ചത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് മറക്കരുത്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ഉണ്ടാക്കുകയും വേണം. ഉണ്ടാക്കുകയും ചെയ്യണം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത് നമ്മളെ ബ്രെഡ് റോസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്.